ഓണം ഉണ്ടറിയണമെന്നാണ് പറയാറ്. ഓണക്കോടിയും ഊഞ്ഞാലും ഓണപ്പൂക്കളവും ഒക്കെ ഉണ്ടെങ്കിലും ഓണസദ്യ കൂടി എത്തുമ്പോഴേ മലയാളിയുടെ ഓണാഘോഷം പൂർണ്ണമാകൂ. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത എന്നാൽ സർവ്വസാധാരണമായ വിഭവമാണ് പപ്പടം. വിപണിയിൽ പപ്പടത്തിന് ഏറ്റവും അധികം ആവശ്യക്കാർ ഏറുന്നത് ഓണക്കാലത്താണ്. ഈ ഓണക്കാലത്തും പപ്പട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തിരക്കിലാണ്. കാണാം ഇനിയൊരൽപ്പം പപ്പട വിശേഷം. ഓണപ്പൂക്കളവും ഓണക്കോടിയും ഊഞ്ഞാലുമൊക്കെ ഉണ്ടെങ്കിലും ഓണസദ്യ കൂടി എത്തുമ്പോഴേ മലയാളിയുടെ ഓണാഘോഷം പൂർണ്ണമാകും. തൊടുകറികളും തുമ്പപ്പൂച്ചോറും നിറഞ്ഞിരിക്കുന്ന തൂശനിലയിൽ നിറയെ കുമിളകളുമായി സ്വർണ്ണ നിറത്തിലുള്ള പപ്പടം കൂടിയാകുമ്പോഴേ ഓണസദ്യ തൃപ്തിയാകും. ഓണസദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിഭവമെന്ന നിലയിൽ വിപണിയിൽ പപ്പടത്തിന് ഏറ്റവും അധികം ആവശ്യക്കാർ എഴുതുന്നത് ഓണക്കാലത്താണ്. അതുകൊണ്ട് തന്നെ പപ്പട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിപ്പോൾ തിരക്കിലാണ്. നമുക്കിപ്പോൾ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഈ ഓണക്കാലമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിനനുസരിച്ച് സാധനങ്ങൾ ഒത്തിരി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പപ്പടം പൊടിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല പപ്പട നിർമ്മാണം. ഉഴുന്ന, പപ്പടക്കാരം, അരിപ്പൊടി, നല്ലെണ്ണ ഇവയൊക്കെയാണ് പപ്പട നിർമ്മാണത്തിന് ആവശ്യമായ ചേരുവകൾ. അളവുകൾ കടുകിട തെറ്റിയാൽ പപ്പടം പൊള്ളില്ല. ഉണക്ക് കൃത്യമായിരിക്കണം. കനം കൂടാനും കുറയാനും പാടില്ല. ഉഴുന്ന, പപ്പടക്കാരം ഇവയുടെ ഗുണമേന്മ കുറഞ്ഞാലും പപ്പടത്തിന്റെ സ്വഭാവം മാറും. ഉഴുന്നടക്കമുള്ള ചേരുവകളുടെ വിലവർദ്ധനവ് ഈ ഓണക്കാലത്ത് വില്ലനായിട്ടുണ്ടെന്ന് പപ്പട നിർമ്മാണ യൂണിറ്റ് ഉടമയായ ബാബു പറയുന്നു. അതേപോലെ തന്നെ നമുക്ക് മാവ്, ഇപ്പോൾ ഉഴുന്നുമാവാണ് ഞങ്ങളുടെ ഈ പപ്പടം ഉണ്ടാക്കാനുള്ള മെയിൻ ഘടകം. പക്ഷെ അത് ഒരു 4-5 വർഷം മുന്നേയൊക്കെ ആണെങ്കിൽ ഒരു 75-80 രൂപയ്ക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ 110-115 രൂപ ആയി വില. അതേപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന പപ്പടക്കാരത്തിനൊക്കെ 40 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ 75-80 രൂപ അത്തരത്തിൽ വിലയായി. 1 കിലോഗ്രാം പപ്പടത്തിന് 200 രൂപ വരെയാണ് ഈ ഓണക്കാലത്തെ ചില്ലറ വിൽപ്പന വില. നിർമ്മാണ ചെലവ്, മഴ തുടങ്ങിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഈ ഓണക്കാലത്തെ പ്രതീക്ഷയോടെ കണ്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുന്നോട്ട് പോകുന്നത്. സിറ്റി വിഷൻ, അടിമാലി.